SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആടുതോമ ആടുതോമ ആടുതോമ. படச்சோனே எங்களுக்கு ஆத்தோழி பாடி குளிக்கும் பரல் மீன் கண்ணுள்ள பெண்ணே காக்க கரும்பி மாடி விழிக்கும் மாறத்து மாம்புள்ளி சுணங்கு புள்ளி சுணங்கு கொஞ்சடி 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 ஆற்று முத்த സോപ്പ് പെട്ടിയിലെ സംഗീതം തെരി ആംഖോ മേ. തീക്കനലിൽ ഉരുകി ഒലിച്ചത് റേഡിയോ മാത്രമല്ല, തോമസ് ചാക്കോയുടെ ഹൃദയമായിരുന്നു. ആ ജീവിതത്തിന് വിളക്കുമരങ്ങൾ ചുരുക്കം ചിലർ. മണിമല വക്കച്ചൻ, രാവുണ്ണി മാഷ്, ഒറ്റപ്ലാക്കലച്ചൻ, പൊന്നമ്മച്ചി, ജാൻസി മോൾ. ജീവിതം മാത്തമാറ്റിക്സ് മാത്രമല്ലെന്നും യഥാർത്ഥ മോഹങ്ങളിൽ സർഗവാസനകൾ ഞെരിച്ചമർത്തരുതെന്നും അധ്യാപകർ വരയ്ക്കുന്ന ചുവപ്പ് മഷികൾ ചോരകിനിയുന്ന അർത്ഥങ്ങളുണ്ടെന്നും എവറിത്തിങ് ഈസ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നവരെ ഒറ്റപ്ലാക്കൽ അച്ഛനെ പോലെ കൈചൂണ്ടി ഒലക്ക ഒലക്ക എന്ന് പറയാൻ ധൈര്യം തന്ന സിനിമ. അൾത്താര ബാലിനെ ആടുതോമയാക്കിയ കടുവയുടെ കഥ. അപ്പൻ്റെ കൈവെട്ടിയ ചെകുത്താൻ, 1.5 കാശിൻ്റെ ഗുണ്ട, ആടുതോമ. Stand by lights, stand by sound. All cameras on. Stand by. 3, 2, 1. Let the show begin. ലാലേട്ടാ, Hello. തനി ആടുതോമയായിട്ടാണല്ലോ എത്തിയിട്ടുള്ളത്. ഈ ഒരു ഗെറ്റപ്പ് കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ടോ കേട്ടോ, പറയാതെ വയ്യ. Okay. സ്ഫടികം എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ കഥാപാത്രം തന്നെയാണ് ഓർമ്മ വരുന്നത്. ഈ ലുക്ക് കംപ്ലീറ്റ് ആവാൻ ഇനി എന്തെങ്കിലും കൂടെ വേണോ? ഡെഫിനറ്റ് ആയിട്ടും വേണ്ടേ? ലാലേട്ടൻ അങ്ങനെ തോന്നുന്നില്ലേ? എനിക്കറിയില്ല. ഈ ലുക്ക് കംപ്ലീറ്റ് ആവാൻ എനിക്ക് തോന്നുന്നു ആ ആടുതോമയുടെ റീബാൻ ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ. എൻ്റെ കയ്യിലില്ല, സോറി. ആണോ? അത് ശരി. താങ്ക് യു, താങ്ക് യു. SI സോമശേഖരനെ ഇടിച്ച് പൊട്ടക്കണക്കിട്ട പ്രതി ആടുതോമ ആടുതോമ ആടുതോമ. അടിപൊളി. താങ്ക് യു, താങ്ക് യു. മലയാളത്തിലെ എക്കാലത്തെയും ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ ഒന്നാണ് സ്ഫടികം. ഈ ചിത്രത്തെയാണ് നമ്മൾ ഇന്നിവിടെ ആഘോഷിക്കുന്നത്. നമ്മുടെ നായക പരിവേഷങ്ങളുടെ ഭാഗമായ സദ്ഗുണ സമ്പന്നനല്ല തോമ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് സാമൂഹ്യ വിരുദ്ധനാകേണ്ടി വന്ന, അല്ലെങ്കിൽ വളർത്തുദോഷം കൊണ്ട് ഗതി മാറിപ്പോയ ഒരു മനുഷ്യൻ്റെ കഥ. ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ സ്വന്തം ലാലേട്ടന് അല്ലെങ്കിൽ ആടുതോമയ്ക്ക് എന്താണ് പറയാനുള്ളത്?
ഈ പറഞ്ഞതിലൊക്കെ ഉപരി ആടുതോമയ്ക്ക് മനോഹരമായ ഒരു ഹൃദയമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ സത്യസന്ധനായ ഒരു മനുഷ്യനാണ് ആടുതോമ. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഒരു മൈൽ സ്റ്റോണാണ് സ്ഫടികം എന്ന സിനിമ. ഭദ്രൻ സാറുമായിട്ട് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ആൾക്കാർ ആദ്യം പറയുന്ന സിനിമ സ്ഫടികമാണ്. തീർച്ചയായിട്ടും ആ കഥാപാത്രത്തിൻ്റെ സൃഷ്ടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനം, അതിലെ ഡയലോഗ്, അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഇമോഷണൽ ഡ്രാമയുള്ള സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭദ്രൻ സാറും സ്ഫടികവും എനിക്കെപ്പോഴും പ്രിയപ്പെട്ടതാണ്. സ്ഫടികത്തിലെ ആദ്യ അതിഥിയായി ഇവിടെ എത്തുന്നത് ശ്രീമതി KPSC ലളിത. ലാലേട്ടൻ്റെ എത്രയോ സിനിമകളിൽ ലളിത ചേച്ചി ശക്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. നാടകരംഗത്ത് നിന്ന് സ്ഫുടം ചെയ്ത് സിനിമയിൽ വിശാല വേദിയിലേക്ക് ലളിത ചേച്ചി പൊതുസമൂഹത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു പദവിയും അലങ്കരിക്കുന്നു. ശ്രീമതി KPSC ലളിത അമ്മയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചേച്ചി, ഒരുപാട് സന്തോഷം. ഒരുപാട് കാലമായി ചേച്ചിയെ കണ്ടിട്ട് വന്നതിന്, ഈ വേദിയിലെത്തിയതിന്, ഞങ്ങളോട് സംസാരിക്കാൻ തയ്യാറായതിന് വളരെയധികം സന്തോഷം. സുഖമാണോ? സുഖമാണ്. കാണാൻ വേണ്ടി തന്നെ വന്നതാണ്. താങ്ക് യു. ലാലേട്ടനേക്കാൾ ലാലേട്ടൻ്റെ അമ്മയായിട്ടാണ് കൂടുതൽ ബന്ധം എന്ന് കേട്ടിട്ടുണ്ട്. അതെ, ലാലുവിൻ്റെ അമ്മയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ലാലില്ലാത്ത പടങ്ങളാണെങ്കിലും അതെ, ഞാൻ അഭിനയിച്ച പടങ്ങളൊക്കെ ടി വിയിൽ വരുവാണെങ്കിൽ കണ്ടിട്ട് മക്കളെ എന്നൊരു വിളിയുണ്ട്. യോ, എന്ത് സ്നേഹമാണെന്നറിയാം, ഭയങ്കര ഇഷ്ടമായിട്ട്. എന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്തൊക്കെ പോകുമ്പം വീട്ടിൽ പോവുകയും അമ്മയെ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാണാറില്ലെന്നുള്ളതേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക്, എന്നെയും ഇഷ്ടമാണ്, എനിക്ക് അങ്ങോട്ടും അതുപോലെ തന്നെയാണ്. ചേച്ചി ഒരിക്കൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, അധികം എൻ്റെ അമ്മയായിട്ട് അധികം ചേച്ചി വളരെ ആ സമയത്ത് എനിക്ക് തോന്നുന്നത് സ്ഫടികമാണെന്ന് തോന്നുന്നു ആദ്യത്തെ സിനിമ ആണോ? അതെ, അമ്മയായിട്ട് ഞാൻ ഒരുപാട് സിനിമയിലൊന്നും ലാലിൻ്റെ കൂടെ പിൽക്കാലത്ത് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ചെയ്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. അത് ശരി. ചേച്ചി നാടകവേദിയിൽ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടായിരുന്നൊരു സമയത്താണ് സിനിമയിലേക്ക് എത്തിച്ചേർന്നത്. അതെ, തീർച്ചയായിട്ടും അത് ഒരുപാട് സഹായിച്ചില്ലേ പിൽക്കാലത്ത് ഒരുപാട് കഥാപാത്രങ്ങളെ ചെയ്യാൻ നാടകവേദി? അതെ 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 അതെ. ഒന്നാമത് KPSCയുടെ തന്നെ ഒരു നാടകം സിനിമയാക്കിയപ്പോൾ അതിൽ കൂടി തന്നെയാണ് ഞാൻ സിനിമയിലേക്ക് വന്നത്, കൂട്ടുകുടുംബം നാടകം. എന്തോ അന്ന് ഈ നാടകത്തിൽ കുറച്ച് ആദിഭാവത്വമായിട്ട് അഭിനയിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ചെയ്യേണ്ടി വന്നിട്ടുമില്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ തന്നെ അപ്പം എന്തായെന്ന് വെച്ചാൽ സത്യമാഷയുടെ കൂടെയും നസീർ സാറിൻ്റെ കൂടെയും എല്ലാം അഭിനയിച്ച് അവസാനം മമ്മൂസ് വന്നു, ലാലു വന്നു, അവരുടെ കൂടെയും നമുക്കത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിവിൻ പോളിയുടെ വരെ കൂടെ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട്, അത് നാടകത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് തന്നെയായിരുന്നു. നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചേച്ചി ഇപ്പോൾ ഒരു സിനിമ അല്ലെങ്കിൽ നാടക നടി മാത്രമല്ല, കേരള സംഗീത നാടക അക്കാദമിയുടെ അധ്യക്ഷത കൂടിയാണ്. എന്ത് തോന്നുന്നു? ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട്. ലാലേട്ടനുമായിട്ട് അമ്മ ഒരുപാട് സിനിമകളിൽ അമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ അമ്മയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് സിനിമകളെ ചെയ്തിട്ടുണ്ട്. മാടമ്പി ചെയ്തു, ഇത് ചെയ്തു, പിന്നെ വേറെ ഒരു പടം കൂടെ ചെയ്തിട്ടുണ്ട്. കുറച്ചേ ചേച്ചിയായിട്ട് വളരെ വിചിത്രമായ റോളുകളാണ് ഞങ്ങൾ. പിന്നെ നമ്മൾ ആദ്യം ചെയ്യാൻ തുടങ്ങിയത് സന്മനസ്സുള്ളവർക്ക് സമാധാനമാണ്. അതിൽ ഞാൻ കാർത്തികയുടെ അമ്മയായിരുന്നു. ചേച്ചിയെ എനിക്ക് മറക്കാനാകാത്ത ചേച്ചിയുടെ ഒരു കഥാപാത്രം തേന്മാവിൻ കൊമ്പത്ത്. എന്തൊരു മനോഹരമായ കഥാപാത്രമാണ്. പ്രിയന്റെ പടം. മുതലാളി ഇത്തവണ കാത്തൂന്റെ കടയിലേക്ക് ചരക്കൊന്നും തന്നില്ല. നിലക്കടലേം കൊപ്ര അടുത്ത എന്തൊക്കെയാ ഉണ്ടാവും, അതാണല്ലോ നിന്റെ കച്ചവടം. പക്ഷെ കാശിന്റെ കാര്യത്തിൽ തർക്കിച്ചിട്ട് കാര്യമില്ല, വിട്ടുവീഴ്ച പ്രതീക്ഷിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പോഴും കാശെന്നുള്ള വിചാരമേ ഉള്ളൂ. നീ ഈ പാട്ട് കേട്ടിട്ടുണ്ടോ മാണിക്ക? ഏത് പാട്ട്? എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിം കല്ലാണ്. ഒരുപാട് നല്ല ഓർമ്മകൾ ചേച്ചിയുമായിട്ട്. പിന്നെ ഈ സിനിമയേക്കാൾ കൂടുതൽ നമ്മൾ അമേരിക്കൻ ട്രിപ്പൊക്കെ പോയി ഒരുപാട് സ്റ്റേജുകളിൽ. അതെ, ഞാൻ ചേച്ചിയുമായിട്ട് ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്കിറ്റുകൾ, ഒരുപാട് പെർഫോമൻസുകൾ
ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് തമാശകളുണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പറയാം. അത് ഒറ്റ വാക്കിലൊന്നും ഇവിടെ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. എന്നെ കൂടുതൽ പാടാൻ പ്രേരിപ്പിച്ച ഒരാളാണ് ലാലെന്ന് വേണം പറയാൻ. നാടകത്തിൽ നിന്ന് വന്നതിന് ശേഷം സിനിമ അത് ഞങ്ങളിവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ത്യയിലൊന്നും പാടില്ല, വെളിയിലൊക്കെ പോയാലേ ഉള്ളൂ. ഓർമ്മയുണ്ടോ നമ്മൾ അവിടെ പിന്നെ അമേരിക്കൻ ചേച്ചി നന്നായിട്ട് പാടുന്നതാണ്, മനോഹരമായിട്ട് എന്നാ പാടുന്നതാണ്. നമുക്ക് ഇന്ത്യയിലൊന്ന് പാടിച്ചാലോ? അയ്യോ വേണ്ട, ഇപ്പൊ പാടാൻ പറ്റത്തില്ല, എൻ്റെ അമ്മോ തീർന്നു. ഇപ്പൊ പാട്ടൊന്നുമില്ല. വേണമെങ്കിൽ ഒരു ലൈൻ പാടാൻ ചേച്ചി. അയ്യോ വേണ്ട. ലാലേട്ടനും കൂടെ ഒന്ന്. തീർച്ചയായിട്ടും ഞാനും കൂടെ പാടാം. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിം കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോ നീല കരിമ്പിൻ്റെ തുണ്ടാണു കണ്ടതയ്യാ, ചക്കര തുണ്ടാണു കണ്ടതയ്യാ. എന്തിനു നോക്കണ ചന്ദിര നീ ഞങ്ങളെ, അയ്യോ ചന്ദിര നീ ഞങ്ങളെ. ചേച്ചി എത്ര മനോഹരമായിട്ട് പാടി ചേച്ചി. അപ്പം വീണ്ടും ഒരിക്കൽ കൂടെ ഞാൻ കാരണം ചേച്ചി പാടിയിരിക്കുന്നു. വളരെ അതെ, സന്തോഷം. തീർച്ചയായിട്ടും മറക്കില്ല. ലാലേട്ടന്റെ കൂടെ അഭിനയിച്ച ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു സീൻ ആ സിനിമയിൽ ഓർമ്മയുണ്ടോ അമ്മയ്ക്ക് പറയാൻ, ഷെയർ ചെയ്യാൻ? സ്ഫടികത്തിൽ പള്ളിയിൽ എൻ്റെ മകളുടെ കല്യാണത്തിന് വരുമ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ കയറ്റാൻ പാടില്ല എന്ന്. അതെ. എന്നിട്ട് മകൻ വന്ന് ഒളിച്ചു നിന്നിട്ട് അത് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് ചങ്ക് പൊട്ടിയിട്ട് നീ ഇവിടെ കയറരുത്, ഇറങ്ങിപ്പോ. ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി വിറയ്ക്കുന്നു. എന്റെ മകളുടെ കല്യാണത്തിന് ഇവൻ വരണ്ട, ചീഫ് സെക്രട്ടറി വരും, എന്റെ ശിഷ്യൻ, അത് മതി. നിങ്ങളുടെ മോടെ കല്യാണത്തിന് അവൻ വരില്ല. എന്റെ മോൻ തെണ്ടിയല്ല. എന്തിനാടാ നോക്കി നിൽക്കുന്നേ? ഇറങ്ങി പോടാ. ഇത്രയും നാച്ചുറലായിട്ട് ഏത് കഥാപാത്രത്തെയും, അത് നാടനായാലും അത് മോഡേൺ ആയാലും അത് അമ്മയായാലും അമ്മായിയമ്മയായാലും അമ്മുമ്മയായാലും ഇത്രയും തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്ന മറ്റൊരു ചേച്ചി ഞങ്ങളുടെയൊക്കെ ഇടയിൽ ഇല്ല. ചേച്ചിക്ക് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു. വളരെയധികം സന്തോഷം. കുട്ടനാടിന്റെ ചങ്കിന്റെ ചോര കുടിക്കുന്ന ആടുതോമ. ഇതിനിടയിൽ ലളിത ചേച്ചി പാട്ട് പാടുന്നത് ചേട്ടൻ കേട്ടായിരുന്നു? ഞാൻ കേട്ടു. ഞാനത് പിന്നെ ഇങ്ങോട്ട് വരണോ തിരിച്ച് പോണോ? പുള്ളിയുടെ വളരെ നിഷ്കളങ്കമായ ഈ ചാക്കോ മാഷ് എന്ന് പറയുന്ന ഈ കഥാപാത്രം തിലകൻ ചേട്ടനല്ലാതെ വേറൊരു നടനില്ല. സുധീർ എന്ന ഒരു മനുഷ്യൻ കാരണം കോഴിക്കോട് അനാഥരില്ല. എന്ത് മനോഹരമായ ഒരു കോൺസെപ്റ്റാണ്. ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരി ആരായിരുന്നു? കൂട്ടുകാരിയില്ലായിരുന്നു, കൂട്ടുകാരികളായിരുന്നു. സ്ഫടികം എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാസ്റ്റർ പീസ് സിനിമയുടെ സംവിധായകനെ തന്നെ അടുത്തതായി നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ശ്രീ ഭദ്രൻ സാറിനെ. ഭദ്രൻ സാർ, ഒരുപാട് സന്തോഷം ഈ വേദിയിലെത്തിയതിന്. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ കാണുന്നത്. ഞാനാണ് ഭദ്രൻ സാറിന് ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാൾ. ആദ്യത്തെ സിനിമ മുതൽ ഒരുപാട് സിനിമകൾ. ഞാൻ ഈ ലാലിനോട് ഈ സിനിമയുടെ കഥ പറഞ്ഞിട്ടേ ഇല്ല. ലാലിനോട് ഞാൻ പറഞ്ഞു, മുട്ടനാടിന്റെ ചങ്കിന്റെ ചോര കുടിക്കുന്ന ആടുതോമ, അടിച്ച് തുണി പറിക്കുന്ന ആടുതോമ, റൈവാൻ ഗ്ലാസ് വെക്കുന്ന ആടുതോമ. വളരെ പുള്ളിയുടെ വളരെ നിഷ്കളങ്കമായ ഒരു ചിരിയുണ്ട് ഇങ്ങനെ. ഈ ചിരി കഴിഞ്ഞ് ഞങ്ങൾ ഈ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ ഫുൾ റിട്ടൺ സ്ക്രിപ്റ്റ്, അതിൻ്റെ ലൊക്കേഷനിൽ എഴുത്തും പരിപാടിയൊന്നുമില്ല, ഫുൾ ബൈൻഡഡ് കോൺക്രീറ്റ് സ്ക്രിപ്റ്റാണ്. ഓരോ ദിവസവും അപ്പോൾ അറിയുന്നതല്ലാതെ ലാല് ആ സിനിമ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് ഞാൻ ചെയ്യുന്നത്. ലാലേട്ട
സ്ഫടികം എന്ന സിനിമയുടെ അസാധാരണ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച് വേറെയും കലാകാരന്മാർ ബാക്ക് സ്റ്റേജിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോവാണ്. വേറെ ആരുമല്ല, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ശ്രീ നെടുമുടി വേണു ആൻഡ് സ്ഫടികം ജോർജ്. സ്ഫടികം എന്ന സിനിമയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റ് അഭിനയിച്ചിട്ടുണ്ട്. സ്ഫടികം ജോർജ് എന്ന പേര് ലഭിച്ചത് ഇദ്ദേഹത്തിന് മാത്രമാണ്. അതെങ്ങനെയാണത് സംഭവിച്ചത്? ഞാനൊരു അമച്വർ നടനായിരിക്കെ ഒരു പ്രൊഫഷണൽ നടനാകാൻ സഹായിച്ചത് സ്ഫടികമാണ്. അതിന് എനിക്ക് കടപ്പാട് രണ്ടുപേരോടാണ്. ഒന്ന് ശ്രീ മോഹൻലാൽ, ഭദ്രൻ സാറ്. എന്താണ് വേണിച്ചേട്ടൻ പറയുന്നത് സിനിമയെക്കുറിച്ച്? ഒരു സെൻസിബിൾ സിനിമ, അത് ആളുകൾ ഇഷ്ടപ്പെടുക, കൂടുതൽ ദിവസം ഓടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പല സെൻസിബിൾ സിനിമകളും ആളുകൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്ന പല സിനിമകളും സെൻസിബിൾ ആവണമെന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു കോമ്പിനേഷൻ ഒത്തുവന്ന അപൂർവം സിനിമകളിലൊന്നാണ് സ്ഫടികം എന്ന് വേണം എന്നും കാണാം നമുക്ക്. ഈ ഇതിനിടയിൽ ലളിത ചേച്ചി പാട്ട് പാടുന്നത് ചേട്ടൻ കേട്ടായിരുന്നു? ഞാൻ കേട്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനിത് പിന്നെ ഇങ്ങോട്ട് വരണോ തിരിച്ച് പോണോ എന്ന് ഒരു സ്റ്റീഫൻ പറയുക മോശം. സ്റ്റീഫൻ മോശം അത് പറയേയില്ല, പ്രത്യേകിച്ച് മൂത്തവരോട്. വേണുചേട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കാര്യം ഈ സിനിമയിൽ ഈ ആടുതോമയെ സഹായിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് വേണുചേട്ടൻ, ഒരു അധ്യാപകനാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല സിനിമകളിലും ഈ അധ്യാപകൻ അല്ലെങ്കിൽ അങ്ങനെ വ്യക്തി അതിലുള്ള റോളുകൾ ചെയ്യുമ്പോൾ ചേട്ടനൊരു പ്രത്യേക ഒരു ചാതുര്യം, ഒരു സൗന്ദര്യമുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ചേട്ടനും ഒന്ന് ആലോചിച്ച് നോക്കണം. അത് കാര്യം നമ്മൾ ദൂരെ ഒരു കൂടുകൂട്ടാം, അതിലെ തമാശ, ഇതിലെ ആയാലും ഒരുപാട് സിനിമകൾ. അതെ അതെ, എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം എൻ്റെ അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നു, അമ്മാവൻ അധ്യാപകനായിരുന്നു. പിന്നെ ഞാൻ കുറേ കാലം ട്യൂട്ടോറിയൽ കോളേജിൽ അധ്യാപകനായി പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നന്മ മാത്രമുള്ള ഒരുപാട് അധ്യാപകന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിൽ വരുന്നത് ആ നന്മയുള്ള ആ മുഖങ്ങളാണ്. അപ്പോൾ അവരുടെ ചൈതന്യം നമ്മൾ സ്വയം ഒന്ന് ആവാഹിച്ചെടുത്താൽ ഒരംശം നമുക്കും കിട്ടും എന്നാണ് എനിക്ക്. അല്ല, തിലകൻ ചേട്ടനും അതുപോലെ ഈ സിനിമയിലെ ശരിക്കൊരു നല്ല അധ്യാപകൻ തന്നെ അല്ലായിരുന്നു ഭദ്രൻ സാർ? തീർച്ചയായിട്ടും നല്ല ഒന്നാന്തരമൊരു അധ്യാപകനായിരുന്നു. പക്ഷെ അധ്യാപകനേക്കാൾ കൂടുതൽ കാർക്കശ്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് മകനോട്. തൻ്റെ മകനോട് എപ്പോഴും നീ മറ്റുള്ളവരെ പോലെ അവൻ മിടുക്കനാണ്, ആ കുട്ടിയുടെ സ്വപ്നങ്ങളൊന്നും അറിയാതെ അവനെ കണക്ക് പഠിപ്പിക്കുക. ഞാൻ കണക്ക് പഠിച്ചാൽ കഴുതയും പഠിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എടാ, ഞാൻ കണക്ക് പഠിച്ച് കഴുത വരെ പഠിക്കും, നീ എന്താ പഠിക്കാത്ത? മനസ്സിലായോ? കൊല്ലപ്പടിയായിട്ട് ദൂഷ്യം പോയ പോലീസുകാരനെ മകനെ കണ്ടുപിടിക്കണ. ശരിക്കും ആ കുട്ടിയിലുണ്ടായിരുന്ന ഒത്തിരി സ്വപ്നങ്ങൾ അയാൾ അറിഞ്ഞിരുന്നില്ല. അതിൻ്റെ തിരിച്ചറിവാണല്ലോ അയാൾ ചെകുത്താൻ എന്നെഴുതി മായ്ച്ചു വെച്ച് സ്ഫടികം എന്നെഴുതിയത്. ഭദ്രൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോഴെല്ലാം എനിക്ക് ചില ആക്സിഡൻറ്റുകൾ ഉണ്ടാകാറുണ്ട്. അതെന്താണ് കാരണം? എല്ലാ സിനിമയിലും ഒരുപാട് സിനിമകൾ ഒരുപക്ഷെ നമ്മളെ കൂടുതൽ അടുപ്പിക്കാനായിരിക്കാം അത്തരത്തിലുള്ള ആക്സിഡൻറ്റ്. കാരണം ഭദ്രൻ സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഹരമാണ്. കാര്യം അദ്ദേഹം എല്ലാ വിഭാഗത്തിലും ഇടപെടുന്ന ഒരാളാണ്. സിനിമയുടെ എല്ലാ കാര്യങ്ങളിലും, അത് കോസ്റ്റ്യൂമായാലും ഭക്ഷണമായാലും പിന്നെ ലൊക്കേഷനായാലും വളരെ കാർക്കശ്യത്തോടെ പെരുമാറുന്ന ഒരാളാണ്. കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം കൂടെ ചെയ്യിപ്പിക്കുന്ന ഒരാളാണ് ഭദ്രൻ സാർ. ചേച്ചി എന്ത് പറയുന്നത് ചേച്ചി? സത്യമാണോ? ചേച്ചി കള്ളം പറയില്ല. സ്ഫടികം എന്ന സിനിമയിലെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാനായിട്ട് ഒരു ചെറിയ ഷൂട്ടിംഗ് ആൽബം ഇവിടെ തയ്യാറാണ്. നമുക്ക് അതൊന്ന് കണ്ടാലോ? തീർച്ചയായിട്ടും.
ഞാൻ പലയിടത്തും പറയാറുണ്ട് എൻ്റെ രണ്ടാമത്തെ വീടാണ് കോഴിക്കോട് എന്ന്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നേച്ച് എന്നോട് ചോദിക്കുക, വേർ യു വാണ്ട് ടു ഷൂട്ട്? 2 ലാത്തിയായിട്ട് ഒറ്റ ചാട്ടം അങ്ങോട്ട് ചാടി. എൻ്റെ ജോലി അഭിനയമാണ്, അതാണ് എനിക്ക് പ്രധാനം. പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റവും മാർക്ക് കുറഞ്ഞ വിഷയം ഇത്. അങ്ങനെ മാർക്ക് കുറയാൻ ഏറ്റവും ആവശ്യമുള്ള മാർക്കേ ഞാൻ വാങ്ങിക്കുള്ളൂ. ഭദ്രൻ സാർ, ഒരിക്കൽ കൂടി പിന്നെ സ്ഫടികം എന്ന ചിത്രം എടുക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ അങ്ങ് അതിന് തയ്യാറാകുമോ? സ്ഫടികം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ചങ്ങനാശ്ശേരി ചന്തയിലാണ് നടന്നത്. ആ ചങ്ങനാശ്ശേരിയിൽ ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഒത്തിരി വെല്ലുവിളികൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു കഥ ഞാൻ കേട്ടിരുന്നു. ചങ്ങനാശ്ശേരി ചന്തയിൽ സാധാരണ നടക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ആൾക്കാരാണ്. അപ്പോൾ അവിടെ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ ഭദ്രൻ സാർ പറഞ്ഞു അവിടെ ഞാൻ ഷൂട്ട് ചെയ്യുള്ളൂ, ബാക്കി സാർ പറഞ്ഞു. എന്നോട് പുള്ളി പറഞ്ഞു, ഭദ്രൻ സാർ, നിങ്ങൾ എടുക്കുന്ന ഈ ചാട്ടം അപകടപ്പെടും. ചങ്ങനാശ്ശേരി ചന്തയാണ്, ഈ ചന്തയ്ക്കകത്ത് എങ്ങനെ മനുഷ്യൻ ഷൂട്ട് ചെയ്യും? ഇല്ല ലാലേ, അതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ജൂബിലി ജോയി വിളിച്ച് പുള്ളിനെ പറഞ്ഞു, എൻ്റെ ലാലേ അങ്ങ് പോയേക്കല്ലേ, അവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ലാലുമെല്ലാം വളരെ തന്മയത്തോട്ട് കേൾക്കും. എന്നെ വീണ്ടും വാൺ ചെയ്തു, വേണോ, അപകടപ്പെട്ടില്ലേ, അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ, ഷെഡ്യൂൾ ക്യാൻസലാവും. എനിക്കെന്തോ ഒരു ഇന്നർ ഇത് വരികയാണ്, ഇല്ല നമുക്കതവിടെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് ചെല്ലുമ്പം കാണുന്ന കാഴ്ച, ഒരു 50,000 പേരാണ് ഈ ചന്തയ്ക്കകത്ത്. 50,000 പേര്. ചങ്ങനാശ്ശേരി ആലപ്പുഴയ്ക്ക് പോകുന്ന ഈ തോട്ടിലെ ബോട്ട്സുകൾ മുഴുവൻ കംപ്ലീറ്റ് ബ്ലോക്ക്ഡ്. അങ്ങോട്ടൊരു മനുഷ്യന് വരാൻ പോലും ഒക്കത്തില്ല. ലാല് ഈ അടുന്നോമ്പടെ വേഷമൊക്കെ ഇങ്ങിട്ടേച്ച് ഇങ്ങനെ വന്നേച്ച് എൻ്റെ മുഖത്ത് നോക്കിയേച്ച് ഒരു ചിരി മാത്രം. സ്വാഭാവികമായിട്ടും ഒരു നടൻ അവിടെ അപ്സെറ്റ് ആകാം. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇതെന്ത് പണിയാണ്, കണ്ട് ഇതെങ്ങനെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും? പക്ഷേ ഒരു മാലാഖ കടന്നു വരുന്ന പോലെ പെട്ടെന്ന് ഒരാളുടെ പ്രത്യക്ഷപ്പെട്ടു. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ വന്നേച്ച് എന്നോട് ചോദിക്കുക, വേർ യു വാണ്ട് ടു ഷൂട്ട്? ടെൽ മീ വിച്ച് ബ്ലോക്ക് യു വാണ്ട് ടു ഷൂട്ട്? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇതാണ് എൻ്റെ ഏരിയ. പിന്നെ പുള്ളി അപ്പുറത്തുനിന്ന് 2 പോലീസുകാരോട് എന്തോ പറഞ്ഞു. 2 ലാത്തിയായിട്ട് ഒറ്റ ചാട്ടം അങ്ങോട്ട് ചാടി ഇവന്മാരെ മുഴുവൻ റെഡിയാക്കിയിട്ട് അദ്ദേഹത്തെ വളരെ പ്രശ്നമായ ഒരു വിജയൻ നാരായണപിള്ള അങ്ങനെ. ഈ സമയത്ത് അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ പറയും. കാര്യം അവരുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഈ സിനിമ ഒരിക്കലും അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ലോക്കപ്പിൽ നിന്ന് പുള്ളികളെ ഇറങ്ങുമല്ലോ. ചേട്ടൻ എന്താണ് സ്ഫടികത്തെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, ആദ്യം നമ്മുടെ ജോർജ് സാറിന് ഈ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര വില്ലനാണല്ലോ സിനിമയിൽ. അപ്പം ഈ വില്ലന്മാരൊക്കെ പക്ഷേ ജീവിതത്തിൽ വളരെ വളരെ നല്ലവരും ഒക്കെയാണ്. അപ്പം ഈ സ്ഫടികം എന്നുള്ള നല്ലൊരു പേര് അദ്ദേഹം കൊണ്ടുപോയി. അത് ശരി, അതാണ് അതിനർത്ഥം അത് സ്ഫടികം പോലെ ശുദ്ധമായ സ്വഭാവമുള്ള ആളാണ്. അനർത്ഥമാണ് ആ പേര്. തീർച്ചയായിട്ടും വേറെ ആർക്കും കിട്ടിയില്ലല്ലോ അത്. അപ്പം അത് മീര ചോദിച്ചതുപോലെ പിന്നെ സ്ഫടികത്തിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ മിഴിവ് ഒരു നിമിഷം വന്നു പോകുന്നവർക്ക് വരെ കരമന ജനാർദ്ദൻ, കരമന ചേട്ടൻ, ശ്രീരാമൻ, അങ്ങനെ എന്നെ നോക്കിയാൽ ചിപ്പിയുണ്ട്, അനിയത്തിയായിട്ട് ചിപ്പിയുണ്ട്, ഉർവശി. അപ്പോൾ ഈ പലപ്പോഴും തിലകൻ ചേട്ടനെ എന്നെയും കൂടി ഇങ്ങനെ കമ്പയർ ചെയ്യും ആൾക്കാർ. അപ്പോൾ ഹിസൈൻ അബ്ദുള്ള തിലകൻ ചേട്ടൻ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇതിന് ഒരു തർക്കമുണ്ടായി ഈ സ്ഫടികത്തിന്. അപ്പം ഈ ചാക്കോ മാഷ് എന്ന് പറയുന്ന ഈ കഥാപാത്രം തിലകൻ ചേട്ടൻ അല്ലാതെ വേറൊരു നടനില്ല, നമുക്ക് ആലോചിക്കണ്ട. അങ്ങനൊരു ഒരു സ്നേഹമെല്ലാം ഉള്ളിലടക്കി അതിൽ എങ്ങനെ ആ കഥാപാത്രത്തെ ഇത്ര ഭംഗിയായിട്ട് വ്യാഖ്യാനിക്കാൻ തിലകൻ ചേട്ടനെ പോലെ വേറൊരു നടനില്ല. അതാണ് കറക്റ്റ്. ഭദ്രൻ സാർ, ഒരിക്കൽ കൂടി പിന്നെ സ്ഫടികം എന്ന ചിത്രം എടുക്കാൻ ആരെങ്കിലും തയ്യാറായി വന്നാൽ അങ്ങ് അതിന് തയ്യാറാകുമോ? എന്നെ വെച്ചല്ല, വേറെ ആരെങ്കിലും. നല്ല ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ.
അങ്ങനൊരു സിനിമ ഇനി ഉണ്ടാവില്ല. അതൊന്ന്. രണ്ട്, ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നു എപ്പോഴും. അങ്ങനൊരു ഉദ്യമത്തിലേക്ക് ഞാൻ കടന്നാൽ അതാര് അഭിനയിക്കും? അങ്ങനൊരു നടൻ എൻ്റെ മനസ്സിനകത്ത് ആടുതോമയെ ഇത്ര ഗംഭീരമായിട്ട് ഉൾക്കൊണ്ട് അഭിനയിച്ച ഒരു നടൻ ഓൾറെഡി പ്രതിഷ്ഠിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയധികം ദുശീലങ്ങളൊക്കെ ഉള്ള ഒരു കഥാപാത്രം ചെയ്യാനായിട്ട് ലാലേട്ടൻ എങ്ങനെയാണ് തയ്യാറായത്? ലാലേട്ടന് ഇത് എത്ര ശ്രമകരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു? പലപ്പോഴും കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. നല്ലതെന്ന് തോന്നുന്നവയെ സ്വീകരിക്കുകയാണ് പതിവ്. അതിൻ്റെ ഇമേജിൻ്റെ അളവുകോൽ വെച്ച് ഞാൻ അളവെടുക്കാറില്ല. സ്വീകരിക്കുന്ന കഥാപാത്രങ്ങളെ പരമാവധി ഭംഗിയായി അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും. അതിലൂടെ കിട്ടുന്ന ഇമേജ് നല്ലതോ ചീത്തയോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ ജോലി അഭിനയമാണ്, അതാണ് എനിക്ക് പ്രധാനം. അതങ്ങനെ തന്നെ വേണം, അല്ലേ ചേട്ടാ? അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് സിനിമയാണ്, ഏത് ക്യാരക്ടറാണെന്നല്ല നോക്കുന്നത്. പക്ഷേ എന്തായാലും അതിലൊരു നന്മയുണ്ടെന്ന് മനസ്സിലാക്കി തന്നെയാണ് ആ സിനിമകൾ ചെയ്യുന്നത്. മകന് പകരം തെങ്ങ് വെച്ച പിതാവിന് ജീവിക്കാൻ അർഹതയില്ല. ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ മകന്റെ ജീവിതത്തിന് പകരം തരാൻ എൻ്റെ ജീവനേ ഉള്ളൂ. ഈ ഓട്ടക്കാലനയ്ക്ക് ഇനിയുള്ള ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഇത് മതി. സ്ഫടികം. കടുവ എന്ന് വിളിച്ച നാവുകൊണ്ട് ഇനി എനിക്കപ്പ എന്ന് വിളിച്ചു പഠിക്കണം. ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ നിന്ന് നമ്മളെ വിട്ടുപോയി. അവരെയൊക്കെ ഈ സമയത്ത് നമ്മൾ ഓർക്കുന്നു. അവർക്കുള്ള പ്രണാമം ഞാൻ അർപ്പിക്കുകയാണ്. ലാലങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരി ആരായിരുന്നു? കൂട്ടുകാരിയില്ലായിരുന്നു, കൂട്ടുകാരികളായിരുന്നു. സർക്കാർ രേഖകളിൽ 25ഓളം അനാഥ കുട്ടികളുടെ പിതാവാണെന്ന് സുധീർ. ഇന്ന് കോഴിക്കോട് സിറ്റിയിൽ ഒരു അനാഥരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ടീച്ചേഴ്സിനെ നടിയിട്ടിട്ടുണ്ടോ? നല്ല പിച്ചായിരുന്നു അവർ. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ആരെയാണ്? മനുഷ്യൻ അവനവനെ മാത്രം സ്നേഹിക്കുകയും മാതാപിതാക്കൾ ഉൾപ്പെടെ മറ്റുള്ളവരെ അവഗണിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് സഹജീവികളോട് കാരുണ്യം കാട്ടുന്നതിലൂടെ ശ്രദ്ധേയനായ ഒരു വ്യക്തിയെയാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോടുകാരനായ സുധീർ. അക്ഷരാർത്ഥത്തിൽ സുധീർ വലിയൊരു സാമൂഹിക പ്രവർത്തകനാണ്. ഒരു നേരത്തെ അന്നത്തിന് തെരുവോരങ്ങളിൽ കാത്തിരിക്കുന്ന അശരണർക്ക് വേണ്ടി സുധീർ ദിനവും ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നു. അനാഥരായ ഒരുപാട് ജീവിതങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് നാഥനാകുന്നു. ഭ്രാന്താശുപത്രികളിൽ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആലംബഹീനരെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നു. നമുക്ക് ആദ്യം സുധീറിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘുചിത്രം സ്ക്രീനിൽ കാണാം. കോഴിക്കോട് നന്മയുടെ പ്രഭാതം വിടരുന്നത് ഇങ്ങനെയാണ്. വിശപ്പിൻ്റെ വേദനയുമായി കഴിയുന്ന തെരുവിൻ്റെ മക്കളെ തേടി കനിവിൻ്റെ പൊതികളുമായി സുധീറിൻ്റെ ഇരുചക്രവാഹനം നീങ്ങുന്നത് കണ്ട് ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, മനോരോഗാശുപത്രിയിൽ തളച്ചിടപ്പെട്ടവർ, രോഗബാധിതർ, അനാഥർ, അങ്ങനെ ദുരിത ജീവിതത്തിൻ്റെ കൈപ്പേറിയ വഴികളിലൂടെ നീങ്ങുന്നവർക്ക് സാന്ത്വനമേകാനായി സുധീറിൻ്റെ സാന്ത്വനം ചാരിറ്റബിൾ ട്രസ്റ്റ്.
സർക്കാർ രേഖകളിൽ 25ഓളം അനാഥ കുട്ടികളുടെ പിതാവാണിന്ന് സുധീർ. ജുവലറികളിലേക്കുള്ള കോംപ്ലിമെന്ററി ബാഗ് നിർമ്മാണം നടത്തിയാണ് സാമൂഹ്യ സേവനത്തിനും കുടുംബജീവിതത്തിനും വേണ്ട വക സുധീർ കണ്ടെത്തുന്നത്. കേരളത്തിലെ 14 ജില്ലകളിലും സാന്ത്വനം കെയർ 2017 എന്ന പദ്ധതിയുമായി അനാഥരെ തേടി യാത്ര തുടരുന്ന സുധീറിന് ലാൽ സലാം. നമുക്കിനി സുധീറിനെ ഇങ്ങോട്ട് ക്ഷണിക്കാം. തീർച്ചയായിട്ടും. സുധീർ, ഒരുപാട് സന്തോഷം ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ. ഞാൻ പലയിടത്തും പറയാറുണ്ട് എൻ്റെ രണ്ടാമത്തെ വീടാണ് കോഴിക്കോട് എന്ന്. അവിടെ നിന്ന് വന്ന സുധീറിന് എൻ്റെ പ്രത്യേക ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഉള്ള ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അങ്ങ് ചെയ്യുന്ന കർമ്മം വലിയൊരു കർമ്മമാണ്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങ് മാത്രമാണ്, വേറെ ആരുടെയും സഹായം കൂടാതാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരിയാണോ? ശരിയാണ്. എന്ന് മുതലാണ് ഇത്തരം ഒരു കാര്യം ചെയ്യാനായിട്ട് അങ്ങേക്ക് തോന്നിയത്? 14 വർഷമായി. കോഴിക്കോട് സ്റ്റാൻഡിൽ ഒരു യാചകൻ വേസ്റ്റ് കഴിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും ഒരു ചോറുമായിട്ട് സിറ്റിയിൽ പോകുന്നതും അവരെ ശ്രദ്ധിക്കുന്നതും. അതിനുശേഷം ഒത്തിരി പേര് 50-50ഓളം പേര് ഇങ്ങനെ വേസ്റ്റ് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ അറിയുകയും അതിനുശേഷം ഇവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ഇന്ന് കോഴിക്കോട് സിറ്റിയിൽ ഒരു അനാഥരും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. സുധീർ എന്ന ഒരു മനുഷ്യൻ കാരണം കോഴിക്കോട് അനാഥരില്ല. എന്ത് മനോഹരമായ ഒരു കോൺസെപ്റ്റാണ്. ഒരുപാട് പേർക്ക് സ്വീകരിക്കാവുന്ന ഒരു വലിയ ആശയമാണിത്. അങ്ങയുടെ കുടുംബത്തെ പറ്റി? എൻ്റെ ഭാര്യ, 2 മക്കൾ, അമ്മ. തീർച്ചയായിട്ടും അവർക്ക് ഈശ്വരൻ്റെ ഒരു പ്രൊട്ടക്ഷൻ, അദ്ദേഹത്തിൻ്റെ സ്നേഹം എന്നും ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നന്ദി. സാറിനെ പരിചയപ്പെടാൻ പറ്റിയതിൽ പ്രത്യേകം നന്ദി. എവിടെയാണ് കോഴിക്കോട് വീട്? കോഴിക്കോട് ചാത്തമംഗലം. ചാത്തമംഗലം. ഓക്കെ. തീർച്ചയായിട്ടും കോഴിക്കോട് വരുമ്പോൾ കാണാം നമുക്ക്. ഒരുപാട് സന്തോഷത്തോടെ ഒരു ചെറിയ ഉപഹാരം. വലിയ വലിയ കാര്യങ്ങൾ ഇനിയും അങ്ങയുടെ കയ്യിൽ നിന്ന് ഉണ്ടാകട്ടെ. എൻ്റെ ആദ്യത്തെ ഒരു ഇതാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതെ, ഇതുവരെ ഒന്നും കിട്ടിയില്ല. ഓക്കെ, തീർച്ചയായിട്ടും. ഒരുപാട് ഈ ഹെയർ സ്റ്റൈലിൻ്റെ പേരെന്താ? ബോക്സർ. കണ്ട, ജനസേവ ശിശുഭവനിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. 1.5 വയസ്സിൽ അവിടെ വന്ന. സിനിമയിൽ ലാലങ്ങൾ കുറേ പേര് അടിച്ചിട്ടുണ്ട്. അതേപോലെ ജീവിതത്തിൽ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? സത്യം പറയണോ കള്ളം പറയണോ? ലാലേട്ടാ, ആലുവ ജനസേവ ശിശുഭവനിലെ കുറച്ച് കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട് ലാലേട്ടനെ കാണാനായിട്ട്. ലാലേട്ടൻ്റെ ആരാധകരാണ് അവരെല്ലാവരും. അവരെ നമുക്ക് വേദിയിലേക്ക് വിളിച്ചാലോ? തീർച്ചയായും. ഇപ്പോൾ ഈ സ്റ്റീഫൻ വായിച്ച പാട്ട് ആർക്കെങ്കിലും അറിയാം? ഉണ്ടെങ്കിലേ ഒരു കഥ പറയാം. വെരി ഗുഡ്. മോളുടെ പേരെന്താണ്? നന്ദിനി. സലീമ. ലക്ഷ്മി. ലോകേഷ്. ചിനരാജ്. സ്മിത്ത്. ഈ ഉണ്ണികളെ ഒരു കഥ പറയാമെന്നുള്ള പാട്ട് ആർക്കെങ്കിലും അറിയാം? ഒന്ന് പാടും, ഒരു പ്രാവശ്യം ഒന്ന് പാടും, കേൾക്കട്ടെ. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഒരു കഥയിൽ 1000 കഥകൾ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ പറ്റി പറയൂ. നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്? ജനസേവ ശിശുഭവനിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞാനവിടെ വന്നിട്ട് 17 വർഷമായി. ഓ.
1.5 വയസ്സിൽ അവിടെ വന്ന. മോൾ എന്താ പഠിക്കുകയാണോ? ഇനി +1. ഞാനും ജനസേവയിൽ തന്നെയാണ്. അവിടെ വന്നിട്ട് ഇപ്പോൾ 15 വർഷമാകുന്നു. ഇനി ഞാൻ +2ലേക്കാണ് പഠിക്കുന്നത്. ശരി ശരി. മോളോ? ഞാൻ ജനസേവ വന്നിട്ട് 8 വർഷമായി. ഞാൻ ഇനി 10ലോട്ട്. മോനെ? ഞാൻ ജനസേവ വന്നിട്ട് 7 വർഷമായി. ഞാൻ ഈ കൊല്ലം 10ലാണ് പഠിക്കുന്നത്. ഞാനൊരു കാര്യം പറ്റേ, ഉഗ്രൻ ഹെയർ സ്റ്റൈൽ. ഈ ഹെയർ സ്റ്റൈലിൻ്റെ പേരെന്താ? ബോക്സർ. കണ്ട മോനോ? എൻ്റെ പേര് ചിന്നരാജ്. ഞാൻ ജനസേവയിലാണ്. അവിടെ വന്നിട്ട് 5 വർഷമായി. ഇപ്പം ഞാൻ 8ലോട്ട്. മോൻ എവിടെ നിന്നാണ്? തമിഴ്നാട്ടിൽ നിന്നാണോ? ആ. ഓക്കെ. എൻ്റെ പേര് സ്മിത്ത്. ഞാൻ വന്നിട്ട് 5 വർഷമായി. അടുത്തത് 7ലേക്ക്. 7ലോട്ട്. നിങ്ങളെയൊക്കെ പിന്നെ നോക്കുന്ന സാറിൻ്റെ പേരെന്താണ്? ജോസങ്കൾ. ജോസങ്കലിനെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹ അന്വേഷണങ്ങൾ അറിയിക്കണം. പ്രത്യേകിച്ച് ഇവർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടല്ലേ ലാലേട്ടനോട്? ശരി, ഇനി എന്താണ് അവർക്ക് ചോദിക്കാനുള്ളത്? ലാലങ്ങളിലെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചേഴ്സിനെ നടി കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ സ്കൂളിൽ അങ്ങനെ അടിക്കുന്ന ടീച്ചർമാരിലായിരുന്നു. നല്ല പിച്ചായിരുന്നു അവർ. അന്ന് അധികം അടിക്കൊന്നുമില്ല, അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ അത്യാവശ്യം അടിയും പിച്ചൊന്നും കിട്ടാതെ രക്ഷപ്പെടുന്നൊരു കുട്ടിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ അങ്ങ് അടിച്ചങ്ങ് പോകും. എവിടെയും തൊടാണ്ട് ഇങ്ങനെ പോകണമെന്ന് പറയണ പോലെ. കറക്റ്റ്. അച്ഛൻ ലാലങ്കളിനെ അവസാനമായി വഴക്കു പറഞ്ഞത് എന്താണെന്ന് ഓർക്കുന്നുണ്ടോ? അങ്ങനെ എന്നെ വഴക്കധികം ഒന്നും പറഞ്ഞിട്ടില്ല. വഴക്ക് പറയാനാകുന്ന പ്രായമായപ്പോഴത്തേക്ക് ഞാൻ സിനിമയിൽ വന്നു. അതുകൊണ്ട് വഴക്ക് പറയാൻ പറ്റില്ല. സിനിമയിൽ ലാലങ്കൾ കുറേ പേര് അടിച്ചിട്ടുണ്ട്. അതേപോലെ ജീവിതത്തിൽ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? സത്യം പറയണോ കള്ളം പറയണോ? സത്യം മാത്രം പറയാമോ? അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കില്ലേ ഒന്നും പറ്റാതെ വരുമ്പോൾ മാത്രമാണ് അടിക്കാൻ പറയുക. അല്ലാതെ ഒരാളെ നിങ്ങൾക്ക് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഹേർട്ട് ചെയ്യാൻ അവകാശമില്ല. പക്ഷെ ഒരു നിവൃത്തിയുമില്ലെങ്കിൽ അത്യാവശ്യം തല്ലാം എന്നാണ് എൻ്റെ പോളിസി. അത് നിങ്ങൾ കയ്യിലെടുക്കണ്ട, നിങ്ങൾ മര്യാദയ്ക്ക് തന്നാൽ മതി. ലാലങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് ലാലങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരി ആരായിരുന്നു? മോനെ, എനിക്ക് കൂട്ടുകാരിയില്ലായിരുന്നു, കൂട്ടുകാരികളായിരുന്നു. ഒരുപാട് പേരുണ്ട്. അവരായിട്ട് ഇപ്പോഴും നമ്മൾ ഇടയ്ക്ക് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു. കാര്യം നല്ല സൗഹൃദമായിരുന്നു. അതൊരു എന്താ പറയുന്ന കൂട്ടുകാരി എന്ന് പറയുന്നതിൻ്റെ ആ അർത്ഥത്തിൽ തന്നെയുള്ള ഒരുപാട് കൂട്ടുകാരികൾ എനിക്കുണ്ട്. ഇനിയും ഉണ്ടാകാനായിട്ട് മോൻ പ്രാർത്ഥിക്കൂ. ലാലങ്കൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏറ്റവും മാർക്ക് കുറഞ്ഞ വിഷയം ഏത്? അങ്ങനെ മാർക്ക് കുറയാൻ ഏറ്റവും ആവശ്യമുള്ള മാർക്കേ ഞാൻ വാങ്ങിക്കുള്ളൂ. ഒരുപാട് മാർക്ക് വാങ്ങിച്ച് വലിയ ആളൊന്നാവില്ല. അതുകൊണ്ട് ഒരു ക്ലാസ്സിലും തോറ്റിട്ടില്ല. ഇപ്പോൾ 35 ആണെങ്കിൽ 35, 17 ആണെങ്കിൽ 17. അപ്പോൾ അധികം പഠിച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കണ്ട. അതുകൊണ്ട് മിനിമം മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കണം, അല്ലെങ്കിൽ തോറ്റു. ലാലങ്ങളുടെ മോനാണോ മോളിനാണോ ഏറ്റവും കൂടുതൽ കുസൃതി കൂടുതൽ? രണ്ടുപേരും പാവങ്ങളാണ്. ഞാൻ കുസൃതി കാണിക്കാൻ പറഞ്ഞാൽ പോലും അവർ കാണിക്കില്ല. കാര്യം അവരൊക്കെ ഹോസ്റ്റലിലൊക്കെയാണ് പഠിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ചോദിക്കുമ്പോൾ അത്യാവശ്യം മകളാണ് കൂടുതൽ കുസൃതികൾ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ വന്നതിൽ കണ്ടതിൽ. താങ്ക് യു. ഓക്കെ, എൻ്റെ മുടി കാണാൻ ഭയങ്കര സ്റ്റൈലായിരുന്നു. താങ്ക് യു. ഒരു സെൽഫി എടുക്കാം, വരൂ. ഓക്കെ, നീ ചിരിക്കൂ. ഓക്കെ, ഇടയ്ക്ക് വരാം. സ്ഫടികത്തെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് നിങ്ങളോടൊപ്പം എനിക്കും പ്രിയങ്കരമാകുന്നതിന് കാരണങ്ങളുണ്ട്. വരൂ. എൻ്റെ അഭിനയ ജീവിതത്തിൽ ആട് തോമയെപ്പോലെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ചിത്രമാണത്. ഇമേജിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നല്ല ഞാനതിൽ അഭിനയിച്ചത്. ആ ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിടാൻ എനിക്ക് പ്രിയപ്പെട്ടവർ ലളിത ചേച്ചി, ഭദ്രൻ, വേണുചേട്ടൻ, ജോർജ് എല്ലാവരും എത്തി. പിന്നെ കോഴിക്കോട് നിന്ന് സുധീറും ജനസേവാ കേന്ദ്രത്തിലെ ഈ കുഞ്ഞുങ്ങൾ, ഇവരെല്ലാം ചേർന്ന് എനിക്ക് തരുന്ന ആഹ്ലാദം ചെറുതല്ല. അത് നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ബൈ.
വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ പഠിക്കണം കേട്ടോ. ഭരതം എന്ന സിനിമയെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. 2 ദിവസം കൊണ്ട് ഈ കഥ മാറുകയും പുതിയ കഥ ഉണ്ടാവുകയും ഇങ്ങനെ ഉണ്ടായ അത്ഭുതകരമായ ഒരു സിനിമയാണ് ഭരതം. ലാലേട്ടൻ്റെ ഉള്ളിലുള്ള വാസന അതിഗംഭീരമാണ്. അതാണ് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റും. രാവിലെ 8:15 വരുന്ന ഒരു മാംഗ്ലൂർ മെയിലാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എൻ്റെ സ്വന്തം മകനെ പോലെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടാൻ. അമ്മ എന്നെ കാണാൻ വന്നില്ലേ? അതുകൊണ്ട് വളരെ അടുത്ത് തന്നെ അമ്മയെ കാണാനായിട്ട് ഞാൻ ഗാന്ധി ഭവനിൽ വരും. ഓക്കെ. ലോകത്തിലെ എല്ലാ മലയാളികൾക്കും അമൃത ടിവിയുടെയും എൻ്റെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസ. ഞാൻ വിചാരിച്ചിരിക്കുന്ന ഞാനാണ് ഏറ്റവും കൂടുതൽ വർക്കഹോളിക്കായ മനുഷ്യനെന്ന്. വർക്കഹോളിക് എന്നല്ല, നമ്മൾ നമ്മുടെ കടമകൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്നുള്ളതാണ്. ഒരു പെൺകുട്ടീനെ പ്രേമിക്കണമെങ്കിൽ ആദ്യം വളയ്ക്കേണ്ടത് അവളുടെ ഫ്രണ്ടിനെയാണ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ആദ്യം അമ്മൂമ്മേനെ വളച്ചു. അയ്യോ. തൂവാനത്തുമ്പികൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് വന്നപ്പോൾ ലാലേട്ടൻ്റെ ഓപ്പോസിറ്റ് വരയൻ ഷർട്ട് ഇട്ടിട്ട് പോണത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ ലാൽ സാറ് മീശെല്ലാം പിരിച്ച് വേറൊരു ഗെറ്റപ്പിൽ മാറ്റങ്ങളിലൂടെ ലാൽ സാറിനെ കാണിക്കാൻ പറ്റിയൊരു ചിത്രമാണ് വെളിപാടിൻ്റെ പുസ്തകം. ലാൽ സാറ് ഇടയ്ക്ക് ലിച്ചിന്ന് വിളിക്കും, നല്ലോണം ചെയ്ത അന്നാന്ന് വിളിക്കും, മോശമായിട്ട് ചെയ്ത രേഷ്മ എന്ന് വിളിക്കും. ആദ്യം അവരെ അങ്കമാലി ഡയറീസിൽ അതിമനോഹരമായി നിങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനൊരു സ്പെഷ്യൽ ലാൽ സാർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോകും. അതെ, ഞാൻ ലാലേട്ടനാണ്, ഞാൻ സാറെന്നും തന്നെ വിളിക്കുന്നത്. 2 ലെജൻഡുകളെയാണ് എനിക്ക് നേരിടേണ്ടി വന്നത്. ഇത് രണ്ടും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.